ഡൽഹിയിൽ നിന്ന് ഏകദേശം 10 മണിയോടുകൂടിയാണ് നമ്മൾ ബസ് കയറിയത്. ഡൽഹി കാശ്മീരി ഗേറ്റിൽ നിന്ന് ഏകദേശം 7 മണിയോടുകൂടി നമ്മൾ ഏകദേശം മണാലിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണ് ഈ പറയുന്ന മണാലിയിലോട്ടുള്ളത്. നമ്മൾ കണ്ണു തുറന്നതും കാണുന്നത് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മണാലിയിലെ പ്രശസ്തമായ ബീസ് റിവർ ആണ്. നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നത് തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥയാണ്. ഈ റിവർ അടക്കം ഐസാൽ മൂടപ്പെട്ടിട്ട് സ്നോഫാളെല്ലാം പ്രതീക്ഷിച്ച് മലകളെല്ലാം മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ഇവിടെ ആക്ച്വലി നല്ല തണുപ്പുണ്ട്. ഡിസംബർ 14 തീയതിയാണ് നമ്മൾ ഏകദേശം അവിടെ എത്തുന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ട്. പക്ഷെ സ്നോഫാളോ അല്ലെങ്കിൽ ഈ പറയുന്ന മലകളിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന കാര്യങ്ങളോ ഇല്ല. ദൂരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. സോ മഞ്ഞ് വീഴ്ച, അതായത് സ്നോഫാള് സത്യത്തിൽ നമുക്ക് മിസ്സായെങ്കിലും സ്നോഫാള് ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ മണാലിയിലെ ഒരുവിധം എല്ലാ ഏരിയയും കവർ ചെയ്യാൻ നമുക്ക് പറ്റിയത്. സോ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മണാലി ഫുള്ള് കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിസംബർ ഫസ്റ്റ് വീക്കിലൊക്കെ വരാം. പക്ഷെ നിങ്ങൾക്ക് സ്നോഫാളാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്നെങ്കിൽ ജനുവരി ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ഒരു മിഡ് ടു ഫെബ്രുവരി ഇതായിരിക്കും സ്നോഫാള് ഡെയിലി കിട്ടാനുള്ള സാധ്യത. ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് വരുമ്പോഴും ചില സമയങ്ങളിൽ അവിടുത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണാറുണ്ട് മഞ്ഞ് വീണു എന്നൊക്കെ. പക്ഷെ ഞങ്ങളിവിടെ നിന്നത് ഏകദേശം 3 നൈറ്റ് ആയിരുന്നു. ഈ 3 നൈറ്റിലും മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നില്ല. സോ മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടൽ ടണലിലോട്ട് പോവുക, അതിൻ്റെ അപ്പുറത്തോട്ട് പോവുക, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. സോ മണാലി ഓൾഡ് മണാലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ടാക്സി പിടിച്ച് ഞങ്ങളെ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് വരികയാണ്. ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നത് ഒരു ചെറിയ മോശം ഹോട്ടലാണ്. നമുക്കറിയാം, നമ്മൾ അഗോഡയിലൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ, അതായത് സൈറ്റിൽ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും, ഡയറക്റ്റ് കാണുമ്പോൾ അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ നല്ല നീറ്റായിട്ടുള്ള, വലിയ വലിപ്പമോ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ നല്ല നീറ്റായിട്ടുള്ള ഒരു റൂമായിരുന്നു. 1500 രൂപയായിരുന്നു ഒരു ദിവസത്തെ വാടക, ഒരു നൈറ്റ് നമ്മൾ താമസിക്കാൻ. ഞങ്ങൾ ഈവൻ 8 മണിക്ക് എത്തിയെങ്കിലും ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം 11 മണിയായിരുന്നു, 11-12 മണിയായിരുന്നു. പക്ഷെ അവർ ഒരു മടിയും കൂടാതെ എക്സ്ട്രാ പൈസ ഒന്നും മേടിക്കാതെ ഞങ്ങളെ റൂമിലോട്ട് കയറ്റി. അങ്ങനെ നോർമലി എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സോ വളരെ നല്ല ഒരു ഹോട്ടൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എക്സ്ട്രാ എമൗണ്ട് ഒന്നും ഞങ്ങളിൽ നിന്ന് മേടിക്കാനുണ്ടായിട്ടില്ല. ഈ ഹോട്ടലിന്റെ പേര് വിസ്ലിംഗ് വുഡ് ബൈ സ്കൈ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആയിരുന്നു. അവിടെയുള്ള സ്റ്റാഫ് എല്ലാം വളരെ നല്ല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്തത്. ഒരു TV ഉണ്ട്, വെള്ളം നൽകിയിട്ടുണ്ട്, കെറ്റിലുണ്ട് വെള്ളം ചൂടാക്കാൻ, അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പുതപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം. വളരെ നീറ്റാണ്, എല്ലാം വളരെ പക്കയാണ്. ഞങ്ങള് ഫസ്റ്റ് ഡേ അവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് ലോക്കലി ഉള്ള ഒരു ബൈക്ക് റെന്റിനെടുത്തു. നമ്മൾ നോക്കുമ്പോൾ 95 രൂപയാണ് അവിടുത്തെ പെട്രോളിന് വില. ഇവിടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 രൂപയോളം ഡിഫറൻസ് ഉണ്ട്. സോ ബൈക്ക് റെന്റിനെടുത്ത് ഏകദേശം ലോക്കൽ ഏരിയ നമ്മൾ കവർ ചെയ്യാൻ തീരുമാനിച്ചു. സോ ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹഡിംബ ടെമ്പിൾ ആണ്, ഹഡിംബ ദേവി ടെമ്പിൾ. ഇത് ആക്ച്വലി നമുക്കറിയാം, ഈ ഒരു തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള മരങ്ങൾ നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം മരങ്ങളാണ് അവിടെ ഉള്ളത്. സോ ഇത്തരം കാലാവസ്ഥയിൽ വരുന്ന ഈ മരങ്ങൾ ഇവിടെയും കാണാൻ പറ്റുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ജനുവരി ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടിയാണ് വരുന്നതെങ്കിൽ ഈ ഹഡിംബ ടെമ്പിൾ ഫുൾ മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഫുള്ള് ഈവൻ ഡിസംബർ ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ കൂടി. സോ അവിടെ മഞ്ഞ് പെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഹഡിംബയുടെ ഉള്ളിൽ നമ്മൾ വന്നപ്പോൾ കൂടുതലും കുറേ ആളുകൾ സാധനങ്ങൾ വിൽക്കുന്നതെല്ലാം കാണുന്നുണ്ട്. കണ്ണടകൾ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തെ ട്രഡീഷണൽ ഡ്രസ്സ് എല്ലാം ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്.
നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ മലയാളി ആളുകളെ കാണാൻ സാധിച്ചു. കുറേ ആൾക്കാർ മലയാളത്തിൽ സംസാരിച്ചു പോകുന്നുണ്ടായിരുന്നു. തമിഴ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. സോ കുറേ ആളുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും എല്ലാം എസ്പെഷ്യലി ഒരു ഡിസംബർ സമയങ്ങളിൽ വരുന്നുണ്ട്. സോ കുറേ ആളുകൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ്. സോ ഇതാണ് ഹഡിംബ ടെമ്പിൾ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. വളരെ ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് നല്ല പഴക്കം തോന്നുന്നുണ്ട്. നല്ലൊരു ടെമ്പിളാണ്. ആക്ച്വലി ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളിതിൽ കയറി ഒന്ന് തൊഴുകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ ക്യൂ വളരെ അധികമായിരുന്നു. സോ ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്നിട്ട് ഒന്ന് കണ്ടു എങ്ങനെയുണ്ട് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ. സോ ആദ്യം ഇവരെ കുറച്ച് സിമെന്റ് പോലുള്ള ഉപകരണം വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തടി കഷ്ണങ്ങളും വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടെമ്പിള്. ക്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല, നല്ല ക്യൂ ആണ്. സോ തൊഴുകാൻ നിന്നില്ല, ബെറ്ററായിട്ട് നമ്മൾ ഇറങ്ങി. സോ ഇതിന് അടുത്ത് തന്നെയുള്ള, അതായത് നമ്മൾ ഫസ്റ്റ് കാണാൻ പോയിരിക്കുന്ന ഹഡിംബ ടെമ്പിൾ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വൻവിഹാർ എന്ന പേരുള്ള ഒരു ചെറിയ കാടെന്ന് പറയാം. സോ ഇവിടെയാണ് മെയിൻലി ഫോട്ടോഷൂട്ട് പോലുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാം. സോ ഇതാണ് നമ്മുടെ വൻവിഹാർ. ഇത്തരം മരങ്ങൾ കൂടി നിൽക്കുന്ന ഏകദേശം ഒരു 2-3 ഏക്കർ സ്ഥലം ഈ മരങ്ങൾ മാത്രമാണ്. സോ നമുക്ക് ഈ കൊടൈക്കനാലിലൊക്കെ പോയി കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പോയാൽ കാണാൻ സാധിക്കുന്ന അതേ മരങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പേര് ഫോട്ടോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട്. സോ നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു തരും. എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോ നമുക്ക് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ 40 റുപ്പീസാണ് വരുന്നത്. സോ നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല ഫോട്ടോസ് അവരെടുത്ത് തരും. നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല ക്യാമറയാണ്, DSLR ക്യാമറയൊക്കെ ആണെങ്കിൽ ആ ഡ്രസ്സ് നമ്മളെ ഒരു 200 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ തന്നെ ഫോട്ടോ എടുക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഫോട്ടോസ് വേണമെങ്കിൽ 40 രൂപ കൊടുത്തു, അതായത് ഒരു ഫോട്ടോയ്ക്ക് 40 രൂപ കണക്കിന് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് ഏകദേശം നമ്മളിപ്പോൾ കണ്ടത്. സോ നമ്മൾ അതിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോയി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മരങ്ങളാണ് അവിടെ നിൽക്കുന്നതെല്ലാം. ഒരേ സ്ട്രൈറ്റ് മരങ്ങൾ, അങ്ങനെ വലിയ ശാഖകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു കുറേ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൻവിഹാറിൽ നിന്ന് മെല്ലെ ഇറങ്ങി അടുത്തതായിട്ട് ടിബറ്റൻ മോൺസ്ട്രി പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഈ ബുദ്ധ ടെമ്പിൾ ആക്ച്വലി ഓൾഡ് മണാലി സ്ട്രീറ്റിന്റെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണിത്. ബുദ്ധ അമ്പലമാണ്. പക്ക ബുദ്ധ, നമ്മൾ ഈ പറഞ്ഞ ബുദ്ധ രാജ്യങ്ങളിൽ ഭൂട്ടാനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അതേ പക്ക ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. സോ ഞാൻ വിചാരിച്ചു ബുദ്ധ മതം നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ്, പക്ഷെ അവരുടെ ടെമ്പിളെല്ലാം ആൾമോസ്റ്റ് അതേ സ്ട്രക്ചറിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ല. സോ ഇതാണ് അമ്പലം. പുറത്ത് നമ്മളൊന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നോർമലി എല്ലാ ബുദ്ധമ്പലങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇങ്ങനെ കറക്കുന്ന ഒരു സംഭവം ഇവിടെയും ഉണ്ട്. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും അത് തിരിക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളും എല്ലാം അത് തിരിച്ചിട്ട് ഫുള്ള് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് തട്ടി നമ്മൾ നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ പൂജിക്കാനൊക്കെ ഇരിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ആളുകൾ തന്നെയാണ്. അവരുടെ ലുക്കൊക്കെ കറക്റ്റ് ഒരു ഭൂട്ടാനിലുള്ള ആളുകളെ പോലെ തന്നെ, ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഏകദേശം അതേ ലുക്കാണ് ആളുകൾക്കുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ നമ്മൾ പോയിട്ട് നമ്മൾക്ക് ഇരിക്കാൻ തന്നെ ഭയങ്കര പീസ്ഫുൾ ആണ്. അധികം ആരും സൗണ്ട് ഉണ്ടാക്കാതെ വളരെ സൈലന്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഈ ഏരിയ ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് വേറെ ശബ്ദമൊന്നും കേൾക്കാതെ നമുക്കിരുന്ന്
ഫോർ എക്സാമ്പിൾ നമ്മൾ ധ്യാനിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആക്ച്വലി ഫ്രണ്ടില് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധ സ്റ്റാച്ചു കാണാൻ പറ്റും. സോ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവിടെ ആക്ച്വലി ഒരു പാട്ടും വെച്ചിട്ടുണ്ട്, ഒരു സ്പീക്കറിലൊരു പാട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധ അമ്പലത്തിലുണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ സോങ് ആണ്. സോ അത് ആക്ച്വലി നമ്മൾ ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ പറ്റത്തിലുള്ള ഒരു ഇതാണ്. ആ പാട്ടല്ലാതെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും കേൾക്കുന്നില്ല. സോ ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഈ പറഞ്ഞ ചക്രം ഇങ്ങനെ തിരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആക്ച്വലി നമ്മൾ ഡേ 1 നമുക്ക് കാറൊന്നും റെന്റിന് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ വെഹിക്കിളൊന്നും റെന്റിന് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വണ്ടി എടുത്ത് നമ്മളിപ്പോൾ കണ്ട പോലെ ഹഡിംബ ടെമ്പിളിൽ പോവാം. ഒരു ബൈക്കിന് റെന്റിന് ഏകദേശം 600 രൂപയാണ് വരുന്നത്. അവിടെ നമ്മൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ സാധിക്കും. അതായത് ഹഡിംബ ടെമ്പിൾ, വൻവിഹാർ, അതുപോലെ ഇപ്പൊ കണ്ട ബുദ്ധ മോൺസ്ട്രി. ഇനി ഈ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ റിവർ ബീൻസ് റിവറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അവിടുത്തെ ഐസ് എല്ലാം ആയിട്ടുള്ള മലകൾ കാണാനുണ്ട്. പക്ഷെ ടോട്ടലി മഞ്ഞായിട്ടുള്ള മലകൾ എല്ലാ ഏരിയയിലും ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ജനുവരി ഫസ്റ്റ് വീക്കാണ് അതിന് പ്രോപ്പർ ടൈം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വശിഷ്ഠ ടെമ്പിളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡേ 1 ഏകദേശം നമ്മൾ ഒരു 9 മണിയോട് കൂടിയാണ് നമ്മൾ ഈ സ്ഥലത്ത് മണാലിയിൽ വന്ന് പെട്ടത്. സോ വണ്ടി റെന്റിന് എടുത്തിട്ട് ഇത് 4ാമത്തെ സ്ഥലമാണ് നമ്മൾ കവർ ചെയ്യുന്നത്, വശിഷ്ഠ ടെമ്പിൾ. ഇതാണ് കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ കവർ ചെയ്തത് ഡേ 1. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓൾഡ് മണാലിയിൽ നിന്ന് 10 കിലോമീറ്റർ എങ്കിലും നമുക്കുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഓൾഡ് മണാലി സ്ട്രീറ്റിലോട്ടാണ്. മാൾ റോഡ് എന്നാണ് ഇതിന് പറയാ. സോ ഇവിടെ എല്ലാം എല്ലാത്തരം പ്രൊഡക്റ്റുകളും ഉണ്ട്. വാച്ചുകളുണ്ട്, കുട്ടികൾക്കുള്ള തൊപ്പികളുണ്ട്, ഡ്രസ്സുകളുണ്ട്. ഈ തണുപ്പത്ത് ഇടാൻ പാകത്തിലുള്ള ഡ്രസ്സസ് കുറേ എണ്ണുണ്ട്. ATMs അവൈലബിൾ ആണ്. ഒരുപാട് ആളുകൾ ഇതിലൂടെ നടന്ന് പോകുന്നത് കാണാൻ സാധിക്കും. പാനിപ്പൂരി വിൽക്കുന്ന ആളുകള്, മാംഗോ വിൽക്കുന്ന ആളുകള്, ആപ്പിള് വിൽക്കുന്ന ആളുകള്, ഫ്രൂട്ട്സ് വിൽക്കുന്നത് ആളുകള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കഴിക്കാനുള്ള ഐറ്റംസ്, നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസിനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കിട്ടുന്ന ഏകദേശം ഒരു മാള് പോലെ തന്നെയാണ്. ഈ റോഡ് ഏകദേശം ഒരു 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും ആയിട്ട് ഇതുപോലുള്ള കടകളാണ് കൂടുതലായിട്ടുള്ളത്. ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും, നമുക്ക് ഡ്രസ്സുകൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് തണുപ്പത്ത് ഇടാനുള്ള ഡ്രസ്സുകൾ ഇവിടുന്ന് വേണമെങ്കിൽ മേടിക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. മേ ബി എനിക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ലാംഗ്വേജ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം. തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ പറഞ്ഞ ടെമ്പിള് സ്ഥിതി ചെയ്യുന്ന ഹഡിംബ ടെമ്പിള്. സോ അവിടെ ഒന്ന് കയറിയിട്ട് ലാസ്റ്റായിട്ടൊന്ന് കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിൽ പോകാമെന്നായിരുന്നു പ്ലാന്. സോ ഡേ 1 നമ്മുടെ പ്ലാൻ എല്ലാം സക്സസ് ആയി. വണ്ടി എടുത്തതിന് ശേഷം ഹഡിംബയിൽ പോയി വൻവിഹാർ കണ്ടു, ബുദ്ധ മോൺസ്ട്രി കണ്ടു, അടുത്തൊരു ടെമ്പിളിൽ പോയി